ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വിഷു ദിവസമാണ്. അപ്പോൾ ഇന്ന് വിഷു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ ചേച്ചി എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ വലിയ സ്പെഷ്യലായിട്ടൊരു നമ്മൾ ഓണം പോലെ അത്രയും സെലിബ്രേറ്റ് ചെയ്യാറില്ല ആക്ച്വലി പറഞ്ഞാൽ വിഷു. എങ്കിലും വിഷു അങ്ങനെ ഒരു സെലിബ്രേഷൻ്റെ ഒരു ദിവസമല്ലായിരുന്നു. അത് നോർമലായിട്ടുള്ളൊരു ദിവസം. നമ്മൾ എന്തായാലും വിഷുക്കണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പക്ഷേ ഇന്ന് നമ്മൾ വിഷുവിന് ഞാനും അനുക്കുട്ടിയും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വിഷുക്കണിയായിട്ട് നമ്മൾ തന്നെ കൊടുക്കാൻ പോവുകയാണ്. അതായത് ഇന്നത്തെ വിഷു സമ്മാനമായിട്ട് ഞങ്ങൾ രണ്ടുപേരും പോയി മൂക്ക് കുത്താൻ പോവാണ്. ഞാനും അനുക്കുട്ടി ഇപ്പം നിങ്ങൾ കണ്ടിരുന്നല്ലോ, അനുക്കുട്ടി നേരത്തെ മൂക്ക് കുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡായി. അത് ആ മൂക്കുത്തി ഉരണ്ടി വന്നു, പിന്നെ ആ ഹോൾ അടഞ്ഞു. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ രണ്ടാളും കൂടി ഒന്നിച്ച് കുത്താമെന്ന് തീരുമാനമെടുത്തു. അപ്പോൾ എനിക്ക് വേണ്ടി അനുവിൻ്റെ ആ മുറിവ് ഹീലാവണമായിരുന്നു. അപ്പോൾ ഹീലായി. ഇനിയിപ്പോൾ ഒരു 6 മാസത്തോളമായി ഇപ്പോൾ. അതുകൊണ്ടാണ് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, അനുക്കുട്ടി എന്താ അന്ന് മൂക്ക് കുത്തിയിട്ട് മൂക്കുത്തി ഒന്നും കാണുന്നില്ലല്ലോ. അതാണ് മെയിൻ റീസൺ. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടാളും കൂടെ പോവാണ്. എനിക്ക് നല്ല ടെൻഷന് പേടിയുണ്ട്, എനിക്ക് പേടിയാണ്. അതാണ് ഇത്രയും ദിവസം നീട്ടി വെച്ചത്. അപ്പോൾ എന്തായാലും പോണു. അപ്പോൾ ഞങ്ങൾ രണ്ടാൾ ഭീമയിൽ നിന്നാണ് മൂക്ക് കുത്താൻ പോകുന്നത്. മൂക്ക് കുത്തി ഇട്ടിട്ട് ആ കാഴ്ചകളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിഷു സ്പെഷ്യൽ വിശേഷം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് തിരിക്കുന്നു. ഇന്ന് ഭയങ്കര മഴയും ഇടിയും വെട്ടും ഒക്കെ ഉള്ള ദിവസമാണ്. ഇടിമിന്നലെല്ലാം. അപ്പോൾ രാത്രി ഒരു ഇരുണ്ട് കിടക്കുകയാണ് അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ കുറച്ച് സന്ധ്യയോടായി കേട്ടോ സമയം. ഹാപ്പി വിഷു. ഹാപ്പി. ഭീമയുടെ ഷോറൂമിൽ താഴെ റിനോവേഷൻ വർക്ക് നടക്കണം. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകും. ഈ മോളെ ഓർമ്മയില്ലേ? ഈ അങ്കിളിൻ്റെ ഓർമ്മയുണ്ട് മുന്നേ. നമ്മൾ മൂക്കുത്തി സെലക്ഷൻ നടത്താൻ പോകുന്നു. ഓക്കെ, ആദ്യം മൂക്കുത്തി എടുക്കാം, എന്നിട്ട് മൂക്ക് കുത്താം. അപ്പോൾ ഈ മൂക്കുത്തി എടുത്തിട്ട് മരവിപ്പിച്ചാൽ മതിയല്ലോ അല്ലേ മൂക്കിൽ ചെറിയ, അല്ലെങ്കിൽ അതിൻ്റെ ടൈം. ഓക്കെ ആ, രണ്ടുപേരേ ഉള്ളൂ. മറ്റേ ടൈപ്പ് മൂക്കുത്തിയൊക്കെ ഉണ്ടോ? കുറച്ച് സ്റ്റോൺസ് ഒക്കെ കൂടുതലുള്ള വലുത് ടൈപ്പ്. അത് നമുക്ക് ഫസ്റ്റ് ടൈം കുത്തുമ്പോഴും വലുതിടാവോ? കുഴപ്പമില്ലല്ലോ. ഫ്രീസ് ആവും. അപ്പോൾ ഒരു കുറച്ച് നേരത്തേക്ക് ഇത് അടിച്ച് കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും? അതിനിടയ്ക്ക് നമ്മൾ ഈ 15 മിനിറ്റ് കൊണ്ട് ഞാൻ ഇത് കണ്ടുപിടിക്കണം. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോഴത്തേക്കും നല്ലതൊന്നും മരവിപ്പിക്കാം. ഓക്കെ, കണ്ണടച്ചോളൂ. വളരെ വളരെ ഗംഭീരമായൊരു കഥയാണ്. നിങ്ങൾ ഓൾറെഡി അന്ന് ഇവിടെ മൂക്ക് കുത്താൻ വന്നത് കണ്ടു വീഡിയോ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നൈ ട്രിപ്പ് പോയല്ലോ, ആ സമയത്ത് അവിടെ മൂക്കുത്തി എന്ന് പറഞ്ഞൊരു സ്റ്റോറി പോയിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂക്കുത്തീസ് നോക്കി. അങ്ങനെ ഒരു അനുവിന് ഇഷ്ടപ്പെട്ടൊരു അടിപൊളി മൂക്കുത്തി എടുത്തായിരുന്നു. ഇതാണ് ആ പാറ്റേൺ. പക്ഷേ അത് നമുക്കറിയില്ലായിരുന്നു അതിൻ്റെ തണ്ട് കുറച്ചുകൂടി തിക്കാണെന്നുള്ള കാര്യം. പക്ഷേ അനുവിൻ്റെ മൂക്കിൽ കിടന്ന മൂക്കുത്തി മാറ്റിയിട്ട് ഇത് ഇടാനായിട്ടൊരു ശ്രമം നടത്തി. അത് എന്താ പറയുക, പണി പാളി. ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്തു. ആ ഹോള് കുറച്ച് ചെറുതും ഈ സ്റ്റെം വലുതുമായിരുന്നല്ലോ പുതിയ മൂക്കുത്തിയുടെ. അപ്പോൾ അത് ബ്ലീഡ് ചെയ്തു. പിന്നെ അത് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷനായി. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് സ്വാഭാവികമായി അടയേണ്ടി വന്നു. മൂക്കുത്തിയൊന്നും ഇല്ലാണ്ട് ആ ഹോൾ അടഞ്ഞു. ഇപ്പോൾ ഇനി 6 മാസമായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കുത്താൻ പോകും. ഒന്നിപ്പോഴേ 3 ഇത് ഒഫീഷ്യലി കുത്താൻ പോകുന്നത്. കളക്ഷൻസ് നോക്കട്ടെ, ഡയമണ്ട്സിൻ്റെ നോക്കാം. അതിന് മറ്റേ ഈ MS സുബ്ബലക്ഷ്മി ടൈപ്പൊക്കെ അതൊക്കെ എവിടെ? MS സുബ്ബലക്ഷ്മി ടൈപ്പ് അതുപോലത്തെയൊക്കെ കാടി. കുറച്ച് വലിയൊരു മൂക്കുത്തിയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. എല്ലാം നോക്കാം. സ്റ്റോൺ മതി. വേണ്ട. അപ്പം അതൊക്കെ പിന്നെ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേറെ ചെയ്യാം. ഉള്ളൂ അല്ലേ, കുഴപ്പമില്ല. പക്ഷേ നവരത്നം വേണ്ട. ഐ ജസ്റ്റ് വാണ്ട് ഡയമണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലെയിൻ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു തിക്നെസ്സിലല്ലേ കുത്തുന്നത്.
പിന്നെ നമ്മൾ അതിനെക്കാട്ടി വലിയ സ്റ്റെമ്മുള്ളത് ഇട്ടാൽ പ്രശ്നമാവുമോ എന്നുള്ളതാണ് ചോദ്യം. ഇതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് സൈസാണ്. അതിനൊക്കെ വലുതൊന്നും അത്ര വലുതൊന്നും വരില്ല. അപ്പോൾ ഒരു ലോകത്ത് ഏത് കമ്പനിയുടെ ആ ഈ ടൈപ്പ് അല്ലേ? ഏതാ ഇത് നോക്കൂ, MS സുബ്ബലക്ഷ്മി കൊള്ളാമോ? ഓക്കെ, ഇതിന് ഡയമണ്ട് അല്ലേ? ഡയമണ്ടിനല്ലേ? ദിസ് ഇസ് MS സുബ്ബലക്ഷ്മി പാറ്റേൺ ആണ്. ഡയമണ്ട്, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഭീമയിലുണ്ട്. ഇത് ശരിക്കും നമ്മൾ ആ ചെന്നൈയിൽ പോയപ്പോൾ അവിടെ കണ്ടായിരുന്നു, ആ മൂക്കുത്തി എന്ന കടയിൽ. പക്ഷേ അവിടെ പോകണ്ട, ഇവിടെ വന്നാൽ പോരെ അല്ലേ? ഐശ്വര്യം ഇവിടെയാണ്, അതിന് സംശയമൊന്നും വേണ്ട. അത് മനസ്സിലായി നമുക്ക്. ഐശ്വര്യം അത് ഭീമയിൽ ഐശ്വര്യം വേറെയാണ്. അപ്പം ഞാനിത് സെലക്ട് ചെയ്യട്ടെ, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ വിലയും കൂടി നോക്കാം. ഓക്കെ, ഇറ്റ്സ് എ നൈസ് പാറ്റേൺ. കൂടുതലൊന്നും നോക്കുന്നില്ല, അത് മതി. പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റായി നമ്മൾ സ്ഥിരമായിട്ട് ഇട്ട് തുടങ്ങി കഴിയുമ്പോൾ പിന്നെ ഇഷ്ടമുള്ള പാറ്റേൺസ് മാറി മേ ബി ആഫ്റ്റർ 1 year അല്ലേ? നല്ല മൂക്കിൻ്റെ ആ ഹോളൊക്കെ നല്ല കറക്റ്റായി കഴിഞ്ഞാൽ, സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ കാണിക്കാം അന്നേരം. പിന്നെ റിംഗ് ഒക്കെ ഇടാമല്ലോ, റിംഗ് പാറ്റേൺ വേണമെങ്കിൽ. ഇപ്പം ആൾക്കാർ 2 മുഖം കൂട്ടും, പക്ഷെ ഇപ്പം നമ്മൾ ഒരെണ്ണം മതി തൽക്കാലം. ഭാവിയിൽ ആലോചിക്കാം. 45,000 അല്ലേ? ഓക്കെ, നോക്കൂ, 45,000 രൂപ അതിൻ്റെ വില. ഓക്കെ, 45,000. ഇറ്റ്സ് നൈസ്, ബ്യൂട്ടിഫുൾ. ഇതിനകത്ത് സിംഗിൾ സ്റ്റോൺ കണക്ട് ചെയ്തിട്ടില്ല. ആ സിംഗിൾ സ്റ്റോണിന്റെ പ്രൈസ് കൂടി വരും. ഇത് ഞാൻ ജസ്റ്റ് അറിയാം. ഇതെടുത്തോളൂ കേട്ടോ. ഓ, വിഗ്രഹങ്ങളിലും ദേവി ക്ഷേത്രങ്ങളിലെ വിഗ്രഹത്തിലൊക്കെ ലെഫ്റ്റ് സൈഡാണ് മൂക്ക് കുത്തിയതായിട്ട് കാണിക്കുന്നത് കൂടുതലും. നമുക്കിത് ഇതിനെക്കാട്ടി കുറവാണ്. ഓക്കെ, ദിസ് ഈസ് 40,000. ഇറ്റ്സ് നൈസ്. സിംഗിൾ സ്റ്റോൺ മനസ്സിലായി. അതേപോലെ ആകും. ഓക്കെ, അപ്പോൾ ഇതെടുക്കാം കേട്ടോ. ഇത് കൊള്ളാം അല്ലേ? ഇത് വേൽമുരുകൻ. നിങ്ങൾക്കുണ്ടോ ഇത് വേൽമുരുക? നിങ്ങൾക്കില്ലല്ലോ. ഡയമണ്ട് ചെയ്താൽ പൊളിയായിരിക്കും. ഇത് ഡയമണ്ടൊന്നും അല്ല. ഇത് മതി വല്ലപ്പോഴൊക്കെ ഇടാനല്ലേ. എങ്ങനെയുണ്ട് ഇത്? നിങ്ങൾക്കുണ്ടോ ഈ പാറ്റേൺ? എൻ്റെ ചോദ്യം അതാണ്. ഗോൾഡിലുണ്ടോ? പറഞ്ഞാൽ ചെയ്തു തരും. ഓക്കെ, അതെ. ഓ ആ, പക്ഷേ ഇതുപോലെ സ്റ്റോൺ വെച്ചതുണ്ടാവില്ല. ഇത് അതല്ലേ? ഓക്കെ, അയ്യോ വേണ്ടപ്പാ, ഞാൻ എന്തായാലും പാറ്റേൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അനുകുട്ടി എടുത്താ വേറെ? നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഭീമായിലിരുന്ന് നമ്മൾ മൂക്കുത്തി ഷോപ്പിംഗ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിഷു വിശേഷമാണ്. പ്രധാനമായിട്ട് ഇതാണ് നടക്കുന്നത്. സ്വർണ്ണക്കടയിൽ വന്ന് ഇന്ന് നല്ല ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഡേ ആണെന്നാണ് പറയുന്നത്, സ്വർണ്ണം വാങ്ങാനും. അങ്ങനെയാണ് കുറേ ദിവസം കൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ മൂക്ക് കുത്തണം എന്നുള്ളത് ഒരു വർഷം മുന്നേ തീരുമാനിച്ചതാണ്. എന്നോട് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെ തന്നെ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇത്രയും വർഷമായിട്ട് ചെയ്തില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പേടി, ഇപ്പോഴും പേടിയുണ്ട് കേട്ടോ. അല്ല, ഇത് പ്ലാറ്റിനം ആൻഡ് ഡയമണ്ട്. നോക്കിയേ, പ്ലാറ്റിനത്തിൽ ഡയമണ്ട് സെറ്റ് ചെയ്താണ്. ഓ, പക്ഷെ നല്ല വിലയാകും അല്ലേ? കാര്യം പ്ലാറ്റിനം ഈസ് മോർ എക്സ്പെൻസീവ്. ആണോ? ചെറിയ അല്ലേ? ചെറിയ സ്മോൾ പാറ്റേൺസ്. ഓ, ഒറ്റക്കല്ലേ? ചെറുത്. അതായത് ഒരുപാട് ഇതില്ല, ഒരുപാട് എന്താ പറയുക, ഷോയി അല്ലാണ്ട് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലേ? സ്മോൾ ഇത് പ്ലാറ്റിനത്തിലാണ്. ഓക്കെ, ക്യൂട്ട്. ചെറിയ സ്റ്റോൺ ഇടുന്നത്, അങ്ങനെ പ്ലാറ്റിനം. ഇവിടെ സ്വർണ്ണത്തിന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര വിലയാണ്. എങ്കിലും സ്വർണ്ണക്കടയിൽ തിരക്കിന് ഒരു കുറവുമില്ല, കുറച്ച് കൂടിയിട്ടേ ഉള്ളൂ. ഇന്ന് വിഷുവിൻ്റെ ദിവസം ആയതുകൊണ്ട് കൂടുതൽ തിരക്കാണ്. കാര്യം ഇന്നൊരു ഓസ്പീഷ്യസ് ഡേ ആണെന്ന് പറഞ്ഞല്ലോ. എല്ലാവരും നല്ല ഐശ്വര്യമുള്ള ദിവസം ആയതുകൊണ്ട് എല്ലാവരും സ്വർണ്ണം വാങ്ങാനായിട്ട് ഇപ്പോൾ വിവാഹ ആവശ്യത്തിനും ഉണ്ട്, അല്ലാണ്ട് നമ്മളെപ്പോലെ വരുന്ന ചെറിയ ഷോപ്പിങ്ങിനുള്ളവരും ഉണ്ടാകും. ഈ സ്റ്റെമ്മിന് ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അത് മാറ്റേണ്ടി വരും ആ പാറ്റേൺ. അയ്യോ, എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തതാണ്. ഇതിൻ്റെ വേറെ പീസ് എല്ലാം അങ്ങനെയാണോ? ആ പാറ്റേൺ എല്ലാം അങ്ങനെയാണോ? ഇത് ഞാൻ ട്രിച്ചിയിൽ നിന്ന് വാങ്ങിയ ഒരു പെൻറ്റൻ്റാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ട്രാവൽ വ്ളോഗ്സിൽ അധികം താമസിക്കാതെ വരുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ മേടിച്ചത്, ആ കട എല്ലാം ഡീറ്റെയിൽസ്.
അങ്ങനെ ഇതിപ്പോൾ ഡിറ്റാച്ചബിൾ ടൈപ്പ് അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റോൺ എക്സ്ട്രാ അതിൽ വെക്കുന്നതാണ്, അത് ഊരാൻ പറ്റും. ഒരു സിംഗിളായിട്ടും ഇടാം, ഇങ്ങനെ ഇടാം. ഓക്കെ ഫൈൻ, പിന്നെ ഇതെടുക്കാം. നമ്മളെ കസ്റ്റമർ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറുന്നു. അയ്യോ എന്തൊരു മാർക്കറ്റിംഗ്! ഭീമയുടെ ലോയൽ ആയിട്ടുള്ള ഒരു ആളാണ് ഇവിടെ. ആളുകളുടെ കസ്റ്റമൈസ്ഡ് ആണ്, ആവശ്യം അനുസരിച്ച് അതും അതുപോലെ നോക്കാൻ. ഇത് 3 stones + 1, ഇത് 4 stone + 1, അങ്ങനെ. ഓക്കെ നോക്കാം. അതിന് 3 സ്റ്റോൺ ഉള്ളത്, ഞാൻ 4 സ്റ്റോൺ ഉള്ളതുമായി. ഇപ്പോൾ അങ്ങനെ എന്ന് വെച്ചാൽ ഇത് ഡിറ്റാച്ചബിൾ ടൈപ്പാണ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. മറ്റേതിൻ്റെ ആണി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് ഇങ്ങനെ കുത്തുന്നതിൻ്റെ കൂടെ ഇടാൻ പറ്റില്ല, അത് ഡിഫറെൻ്റ് ആണ്. കുറേ നാൾ കഴിഞ്ഞ് അങ്ങനത്തെ ടൈപ്പ് ആണിയാണ് ഇടാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ഓക്കെയാണ് ഡിറ്റാച്ചബിൾ. പക്ഷേ എൻ്റെ മൂക്കിൽ മരവിച്ചിട്ടില്ല കേട്ടോ. യെസ്, ഇത് ഫുൾ ബ്യൂട്ടിഫുൾ. ഇതിവിടുത്തെ ഒരു പെൻറ്റൻറ്റ് നവരത്നമാണ് വിത്ത് ഡയമണ്ട് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഗണപതി ഭഗവാനാണ് ആ പാറ്റേൺ. ഇത് നല്ല ഇവിടുത്തെ ഒരു മാസ്റ്റർ പീസാണെന്ന് പറഞ്ഞു. എനിക്ക് കൊണ്ട് കാണിച്ചത് വാങ്ങാനായിട്ട്. ഞാൻ വാങ്ങുന്നില്ല, പക്ഷേ ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പീസ്. പ്ലാറ്റിനം ആൻഡ് റോസ് ഗോൾഡ്. നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലൗസ് പോലെ മൾട്ടി കളർ. ഇറ്റ്സ് നൈസ്. ഇനോഗ്രേഷൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വരണം. ഞങ്ങൾ വീട്ടിൽ വന്ന് വിളിക്കാനിരുന്നതാണ്. വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്ന് വിളിച്ചു. ഓക്കെ, സന്തോഷം. താങ്ക് യു. സെലാൻഡ് നമ്മുടെ ബ്ലൂ സ്റ്റോൺ പോലെയൊക്കെ ഭീമയുടെ ഒരു ബ്രാൻഡാണ്. ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. മാമിനൊക്കെ ഇഷ്ടമാവും. ഡെയിലി വെയർ സാധനങ്ങൾ നമ്മുടെ റോസ് ഗോൾഡ്, പിങ്ക് ഗോൾഡ് ഒക്കെ പോലെ സെലാൻഡ് അല്ലേ, ന്യൂ ജുവലറി അവരുടെ ഒരു ഭീമയുടെ പുതിയൊരു ഇത് വരെയാണ് ബ്രാൻഡ്. ഓക്കെ, നമ്മുടെ ഗായത്രി മാമാണ് ബുട്ടീക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അടുത്ത നവ്യ മാമാണ്. ശരി, ഓക്കെ സെലാൻഡ്. ഓക്കെ, നൈസ്, താങ്ക് യു. ഒരു ചെറിയൊരു താങ്ക് യു. സീറ്റാണ്. സെന്റിനറി ഗിഫ്റ്റാണ്. 100ാം വാർഷികത്തിൻ്റെ. താങ്ക് യു. ഗിഫ്റ്റുകളുടെ പ്രവാഹം വിഷുവായിട്ട് അല്ലേ, ഗിഫ്റ്റുകളുടെ പ്രവാഹം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹാപ്പി വിഷു. ഇത് അകത്തേക്കും കൂടി കയറ്റാം. പേടി മിനി മേളിലും കൂടെ, ഇവിടെയും കൂടെ. ഇവിടെ വീണ്ടും അവിടെ വേണം വേണ്ടല്ലോ, മരവിച്ചല്ലോ അവിടെ മരവിപ്പിക്കാൻ എന്തെല്ലാം ആണോ? ഓ, ഇഷ്ടപ്പെട്ടു അല്ലേ അത്? ഓ, ഞാനിത് ഓറഞ്ചും യെല്ലോ ആൻഡ് അതെ വെരി നൈസ്. അവിടെ പോയാണോ വാങ്ങിച്ചത്? ബാലരാമപുരം. ഓ, വെരി. അത് ശരി, അവിടെ നല്ല കളക്ഷൻ ഇല്ലേ? ഓക്കെ, വെരി ഗുഡ്. ആണല്ലേ, റേറ്റും വളരെ റീസണബിൾ ആണ്. അതന്നെ. ഇത് എക്സ്പേർട്ട്, ഇവിടുത്തെ ഏറ്റവും വലിയ എക്സ്പേർട്ടാണ് മൂക്ക് കുത്തുന്നതിൻ്റെയും മോളുടെ കാത് കുത്തിയതും എല്ലാം. അപ്പോൾ എനിക്ക് കുത്താറായി അല്ലേ? കണ്ണടച്ചിരിക്കാം. എൻ്റെത് വലുത് 4 സ്റ്റോണും ഒന്നും കുഴപ്പമില്ലല്ലോ അല്ലേ? സ്റ്റെറിലൈസ്ഡ് നീഡിലായിരിക്കും. ഗ്ലൗസ് ഇടുന്നുണ്ട്. ഇവിടെ വളരെ ഹൈജീനിക്കായിട്ട് ചെയ്യുന്നു. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കുത്തിയിട്ട് പോകുന്നു. ദൈവമേ, അതിനെക്കാട്ടി പേടിച്ചിരിക്കുന്നു ഇവിടുത്തെ. അനുഭവസ്ഥയാണ്. ഞാൻ ഫസ്റ്റ് ടൈമറാണ്. കൈയെല്ലാം ക്ലീൻ ചെയ്യണം. കണ്ടത് കൊള്ളാൻ വന്നു. ഓ, അവിടെ ഇട്ടു. പൊളി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായോ? സഹിക്കാൻ പറ്റുന്ന വേദനയായിരുന്നു. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. വേദന ഉണ്ടായിരുന്നു, ഇല്ലാതെ പറയില്ല. വേദന ഉണ്ടായിരുന്നു. കണ്ണൊന്നും അറിയാതെ വെള്ളവും വന്നു. പക്ഷെ ഒരു ധൈര്യത്തിലാക്കി ഇരിക്കുക ഇട്ട്. ഇങ്ങനെ എൻ്റെ വിഷു നമ്മുടെ എല്ലാവരും
അത് വിഷുവിൻ്റെ ഗിഫ്റ്റാണ്, നമ്മൾ സെൽഫായിട്ട് ഗിഫ്റ്റ് ചെയ്യുകയാണിത്. അനുവിൻ്റെ മൂക്കുത്തി റെഡി. നന്നായിട്ടുണ്ട്, അടിപൊളി. നല്ല വേന എടുത്തു പക്ഷേ അല്ലേ, കുറച്ച് കൂടുതൽ നല്ല ചുമന്നു ആ ഏരിയ. കാര്യം അത് ഒരിക്കൽ ചെയ്ത സ്ഥലമല്ലേ, 2-3 പ്രാവശ്യം. സെൻസിറ്റീവാണ് കുറച്ചുകൂടി. അങ്ങനെ വിഷു ദിവസമായിട്ട് ഞങ്ങളുടെ കുറച്ച് കരഞ്ഞു, എന്നാലും സാരമില്ല, രണ്ടുപേരും മൂക്കുത്തിയൊക്കെ ഇട്ട് സെറ്റായി. അപ്പോൾ നമ്മുടെ വിഷു ഷോപ്പിംഗ് ഇതാണ്. നമ്മളുടെ മൂക്കുത്തി തന്നെയാണ് ഷോപ്പ് ചെയ്തത്. മൂക്കുകുത്തി മൂക്കിട്ട് അപ്പോൾ ഐശ്വര്യമായിട്ട് നമ്മൾ തുടങ്ങുന്നു. അപ്പോൾ ഇത് നല്ലതായിട്ട് നമ്മുടെ മൂക്കുമായിട്ട് സെറ്റായി ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ പല പാറ്റേൺസും വേണമെങ്കിൽ ട്രൈ ചെയ്യാമല്ലോ. പിന്നെ നമ്മൾ കമ്മലൊക്കെ മാറുന്ന പോലെ മൂക്കുത്തി മാറാൻ പറ്റും അല്ലേ അനു? യെസ്. അനുവിന് കുറേ അനുഭവം കഴിഞ്ഞിട്ടായതുകൊണ്ട് അനു കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട്. ഞാനും മോശമല്ലോട്ടെ. ഇപ്പോൾ കുറച്ചൊരു മരവിക്കലൊക്കെ ഉണ്ട്. അതൊക്കെ പോകുമ്പോൾ ഇനി കുറച്ചുകൂടി പെയിൻ വരുമായിരിക്കും, അറിയില്ല, നോക്കാം. ഉപ്പ് വെള്ളം തൊട്ട് വയ്ക്കും 3 ദിവസം. എനിക്ക് ടീ ബാക്റ്റും കൂടെ ഇൻഫെക്ഷൻ ഒന്നും വരാണ്ട് കുറച്ച് പ്രഷർ കൂടി. അതെ പ്രസ് ചെയ്ത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നമ്മളിനി വീട്ടിലേക്ക് പോകും. പോയിട്ട് വരാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഈ മേടമാസ പുലരിയിൽ നിങ്ങൾ വന്ന് ഞങ്ങളൊക്കെ അനുഗ്രഹിച്ചു. വളരെ സന്തോഷം. വിഷമം ശരിയായിക്കോളും. പക്ഷെ നല്ലൊരു ദിവസം ആയതുകൊണ്ടാണ് വന്നത്. രണ്ടുപേരും നല്ല ഐശ്വര്യത്തിലായിട്ട് മൂക്കത്തിൻ്റെ ആ പ്രഭ കാണാം. മൂക്കത്തിൻ്റെ ഒരു കുറവാണ് ഉണ്ടായിരുന്നത്, അത് മാറി കിട്ടി. അപ്പോൾ ഇന്നത്തെ ഭീമ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്നത്. അങ്ങനെ മൂക്കുത്തിയെല്ലാം ഇട്ട് തിരിച്ചത് ആ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ 2 പേര് വന്നിട്ടുണ്ട്. ഇതാരാന്നറിയാമല്ലോ, എത്ര നാളായി ആദിത്യനെ കണ്ടിട്ട്. കസിൻ ആദിത്യൻ, വിഷ്ണു ഇല്ല ഇവിടെ, പക്ഷേ ആദിത്യനെത്തി. ആൻഡ് ആദിത്യൻ്റെ വൈഫ്. നമ്മൾ കല്യാണം അന്നൊക്കെ പിന്നെ കല്യാണ വീഡിയോയിലാണ് കണ്ടത് ലാസ്റ്റ്. കോഴിക്കോട് കല്യാണത്തിന് പോയല്ലോ നമ്മൾ ഇവരുടെ. ആ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി. പിന്നെ കാണുന്നത് ഇവിടെ ഇടയ്ക്ക് വന്നു, പക്ഷെ ഞാൻ വീഡിയോ ഒന്നും നമ്മൾ ഇല്ലായിരുന്നു, വീഡിയോയിലൊന്നും. വന്നു പെട്ടെന്ന് ഇങ്ങനെ വന്ന് വിസിറ്റൊക്കെ പോയത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരാഴ്ചത്തേക്ക് അവർ ട്രിവാൻഡ്രത്തുണ്ട്. ശ്രീകുട്ടി എന്നാണ് പിന്നെ അനക്കെ വിളിക്കുന്നത്. അനുക്കുട്ടി ഒരു കോർണറിൽ പോയിരിക്കും. ഇങ്ങോട്ട് വന്നേ. അനുവിന് മൂക്ക് കുത്തിയതിൻ്റെ ക്ഷീണം, കുറച്ച് ടയർഡായിപ്പോയി. അനുവിന് ചെറിയൊരു വല്ലായിക പോലെയൊക്കെ വന്നു. ഇത് 3ാമത്തെ പ്രാവശ്യമല്ലേ കുത്തുന്നത്. തല ഇറങ്ങി കുറച്ച് ഇതായി കൊടുവാവും. അവനൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഇവർ ബാംഗ്ലൂരാണ് കേട്ടോ, ഓൾമോസ്റ്റ്. നബാട്ടിയൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് നബാട്ടി എന്ന് പറഞ്ഞ ഈ ഒരു വേഫർ ബിസ്ക്കറ്റ്. അത് ഇവർക്കറിയാം, അതൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അതെ, കൂടുതലൊരു ടോയ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ സുഖമായി ഇരിക്കുന്നു ബാംഗ്ലൂർ. 2 പേരാ. പിന്നെ അനക്കേട്ട ഇത് പറയാം, എന്താ ചെയ്യണം? ഞാനിപ്പോ ഇന്റേണൽ ഓഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇന്റേണൽ ഓഡിറ്റർ. ഷീസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഓക്കെ. ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യണോ? പിന്നെ ആദ്യത്തെ പിന്നെ ഓൾറെഡി IT ആണ്. ആ കസ്നായത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അതെ. അയ്യോ, കുടുംബകലഹം ഉണ്ടാവും. കസ്നായത്തിന് അമ്മയുടെ വ്ളോഗിന് വരുമ്പോ ഇങ്ങനെ ചോദിക്കാറുണ്ട്, കസ്നായത്തിന് കൊള്ളാലോ എന്നൊക്കെ കമന്റ്സ് വരാറുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി കമ്മിറ്റഡ് ആയി. സോറി.
കല്യാണം കഴിഞ്ഞു യെസ് 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 മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞു. ബ്ലോഗ് ഉണ്ടപ്പോ എല്ലാവർക്കും സങ്കടമായിക്കാം. അതെ കുട്ടൻ ഇപ്പോഴും അവൈലബിൾ ആണ്. കുട്ടന് ആലോചനകൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ. അപ്പം നല്ല ആലോചനകളൊക്കെ വന്ന് അതെ അങ്ങനെയല്ല കുട്ടനൊരു നല്ല കുട്ടിയാണ്, നല്ലൊരു ബോയാണ്. ആർക്ക് വേണമെങ്കിലും ആലോചിക്കാം, പക്ഷെ ജാതകമൊക്കെ ചേരണമല്ലോ. അത് അവർക്ക് ജാതകത്തിലൊക്കെ വിശ്വാസമുള്ള ആൾക്കാരാണ്, അപ്പം അത് നോക്കണം. അയ്യോ പുടുവിരിക്കുന്നു പുടുവിനകത്ത് മനസ്സിലായിട്ട്. ഓക്കെ, എന്തായാലും സന്തോഷം. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വിഷു ദിവസമാണ്, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു. ബൈ.